ഈ ഇസ്ലാമിക് ഫിനാൻസ് ഇത് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ബേസിസ് ഇതാണല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വോളിയം, എന്താണ് ഇതെങ്ങനെയാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ് ഇങ്ങനെ മോഡേൺ ടെർമിനോളജി ആയിട്ട് എങ്ങനെയാണ് കടന്നു വരുന്നത്? അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത്? ഇതിൽ എങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്കിങ് ഇതിൽ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പലിശാധിഷ്ഠിതമായൊരു ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇസ്ലാമിക് ഫിനാൻസ് എങ്ങനെ ഇതിൻ്റെ ബദലായി മാറുന്നു എന്നുള്ളത് നമ്മുടെ ഒരു അന്വേഷണത്തിൽ കാര്യമായിട്ട് വരേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിൻസിപ്പിൾസ് പറയേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഒരു ബേസിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്. അത് കുറച്ചുകൂടി കൗതുകം ഉള്ളൊരു ചോദ്യം കൂടി. എന്ന് വെച്ചാൽ ആളുകൾ പലപ്പോഴും ആലോചിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്, അതെങ്ങനെ സർവൈവ് ചെയ്യാം. ഇത് എനിക്ക് എപ്പോഴുള്ള ഡൗട്ട്, എങ്ങനെയാണ് എല്ലാവരും ഈ കൺവെൻഷണൽ ബാങ്ക് ഒക്കെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പറഞ്ഞ പോലെ പലിശന്റെ പരിപാടിയിലാണല്ലോ. അപ്പൊ പലിശ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ബാങ്ക് സർവൈവ് ചെയ്യാന്നുള്ളത്, അതാണ് ഇതിന്റെ ഒരു വളരെ എന്താ പറയാ ഒരു ബേസിക്കായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷണൽ ബാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോണാണ് സംഭവിക്കുന്നത്. ഓക്കെ, ആളുകൾക്ക് പൊതുവെ ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കുകൾ, ഇസ്ലാമിക് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചില എന്താ പറയുക ചില മിഥ്യാധാരണകൾ അല്ലെങ്കിൽ പൊതുവെ അങ്ങനെയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിക് ബാങ്കുകൾ ആളുകൾക്ക് പലിശയില്ലാതെ കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് എന്നുള്ള ഒരു ധാരണ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം പലപ്പോഴും എന്തല്ല, അങ്ങനെ കറക്റ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്കുകൾ പലിശയില്ലാതെ ആളുകൾക്ക് കടം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വേറൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഓക്കെ, ഇസ്ലാമിക് ബാങ്കുകൾ ഒരു ചാരിറ്റി എൻറ്റിറ്റി അല്ല. ബേസിക്കലി ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനങ്ങളൊന്നും ഇതല്ല, ഒരു ചാരിറ്റി എൻറ്റിറ്റി അല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അഹല്ലല്ലാഹുൽ ബൈഅ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു ബൈഅനെ എന്ത് ചെയ്തു, ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എന്നൊക്കെ പറയുന്ന ബൈഇനെ അള്ളാഹു ഹലാലാക്കി. അപ്പോൾ ആ ബൈഇൻ്റെ പരമാവധി പോസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ശരിക്കും ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇതൊരു പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള എൻറ്റിറ്റികളാണെന്ത് ഓരോ ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനങ്ങളും. ബേസിക്കലി അതാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അത് തെറ്റല്ല. ബേസിക്കലി ചാരിറ്റിക്ക് ഇസ്ലാമിൽ വേറെ ഒരുപാട് സംവിധാനമുണ്ട്. അതിന് സ്വതക്ക ഉണ്ട്, സക്കാത്ത് ഉണ്ട്, വഖഫ് ഉണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ സോഷ്യൽ ഫിനാൻസിനെയും അതേപോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസിനെ കൂടി രണ്ടും കൂടി എന്താ പറയുക ക്ലബ് ചെയ്തിട്ട് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. രണ്ടായി കാണേണ്ട സംഗതിയാണ്. ഒന്ന് സോഷ്യൽ ഫിനാൻസ് ആണ്, അതിൽ വളരെ കൃത്യമായ ഒരു ദിശ ഇസ്ലാമിനുണ്ട്. അതിൽ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ, ഇൻസ്ട്രുമെൻറ്റ്സ് അതിലുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് വളരെ വിശാലമായി നമുക്ക് പറയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിക് സോഷ്യൽ ഫിനാൻസ്, പുതിയ കാലത്ത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ, ഇതിനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാമിൻ്റെ സോഷ്യൽ ഫിനാൻസ് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നത് വേറെ തന്നെ വിശാലമായി നമ്മൾ പറയേണ്ടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നുള്ളതല്ല ഒരു ചാരിറ്റി എൻറ്റിറ്റി അല്ല, പ്രോഫിറ്റ് മോട്ടീവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഇത്ര സംഭവിക്കുന്നുള്ളൂ. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഒരേ കസ്റ്റമേഴ്സാണ്. കൺവെൻഷണൽ ബാങ്ക് പോകുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുക, ഇസ്ലാമിക് ബാങ്കുകളിൽ വരിക. എന്ന് വെച്ചാൽ ആളുകൾ വ്യത്യസ്ത ഫൈനാൻഷ്യൽ നീഡുകൾ ഉണ്ടാവും. കാറ് വാങ്ങലാവാം, പഠനമാവാം, കല്യാണമാവാം, അസുഖമാവാം, എന്തും ആവാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫൈനാൻഷ്യൽ നീഡുകളുള്ള ആളുകളുടെ ഫൈനാൻഷ്യൽ നീഡുകളെ ഇസ്ലാമിക് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഒരു ബിസിനസ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ബിസിനസ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ബിസിനസ് മോഡുകളിലാണ് എന്ത് ചെയ്യുക, ഇസ്ലാമിക് ബാങ്കുകൾ ഈ കസ്റ്റമേഴ്സിനായിട്ട് ഡീലിലേക്ക് വരുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാറ് വേണം, വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഉദാഹരണം, ഒരു കാറ് വേണം. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡാണ്, നിങ്ങൾക്ക് കാർ ഇപ്പോൾ ഉറക്കം വാങ്ങിക്കും, ക്യാഷില്ല, നിങ്ങളുടെ നീഡാണ്. അപ്പോൾ ആ സമയത്ത് ഇസ്ലാമിക് ബാങ്കുകൾ എന്ത് ചെയ്യും, നിങ്ങൾ സഹായിക്കും. അപ്പോൾ സഹായിക്കുകയെന്ന് വെച്ചാൽ കൺവെൻഷണൽ ബാങ്കിൽ നിങ്ങൾക്ക് നേരെ ക്യാഷ് തരും, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നേരിട്ട് ക്യാഷ് തരൂല.
പകരം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കാറ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിലും ആ കാറ് വാങ്ങിക്കാൻ നിങ്ങൾ ആസ് പെർ ക്രെഡിറ്റ് പോളിസി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഒക്കെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കാറ് ആദ്യം ബാങ്ക് വാങ്ങിക്കും. അത് ഏത് വേറെ സപ്ലയേഴ്സ് ഉണ്ടാവും, ആ കാറ് കൊടുക്കും, സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി, ഇപ്പോൾ യൂസ്ഡ് കാറൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടി ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓക്കെ, ബാങ്കാണോ അത് ചെയ്യുക? ആ ബാങ്ക് ചെയ്യാം. അങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു LPO വഴി അത് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെൻറ്റ് വഴി അത് വാങ്ങിച്ചിട്ട് ആ കാർ എന്ത് ചെയ്യും, ബാങ്ക് നിങ്ങൾക്ക് വിൽക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ട്രേഡ് എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് മാറ്റി, പലിശ വർക്ക്. അപ്പോൾ അവിടെ ലോണില്ല, അതെന്തായി, ട്രേഡായി. ഒരുപക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ്, ഇപ്പോൾ നിങ്ങൾ അധികമായിട്ട് ബാങ്ക് ഒരുപക്ഷെ ഈ കാറ് ഒരു 100,000 വാങ്ങിച്ചാൽ ഒരു പക്ഷേ കൊടുക്കുന്നുണ്ടാവുക ഒരു 120 ആയിരിക്കാം. ബാങ്കിൽ ലാഭം ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ഇത് എനിക്ക് മനസ്സിലാവാനാണ്. ഇപ്പോൾ 5 ലക്ഷത്തിന്റെ ഒരു കാറ് എനിക്ക് വാങ്ങണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഇസ്ലാമിക് ബാങ്കിലേക്ക് പോയാൽ ഒരു 5 ലക്ഷത്തിന്റെ കാറ് വാങ്ങിയിട്ട് ഓരതിൽ നിന്നൊരു ലാഭം എടുക്കും. 5,20,000 എനിക്ക് തരും. ഓക്കെ, ഞാൻ അതൊരു വർഷത്തെ സമയത്തിൽ അത് തിരിച്ചടക്കുക ചെയ്യേണ്ടി. ഓക്കെ, അതാണ് ഇസ്ലാമിക്. ഇപ്പൊ ഞാൻ കൺവെൻഷണൽ ബാങ്കിലേക്ക് പോവാണെങ്കിൽ എനിക്ക് ഒരു 5 ലക്ഷം തരും. ഞാൻ 5 ലക്ഷം കൊണ്ട് കാറ് വാങ്ങും. പക്ഷെ ഞാൻ അത് തിരിച്ചടക്കുമ്പോൾ അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്ന് കയറി വരും. അപ്പോൾ രണ്ടിലും വ്യത്യാസം വരുന്നത്, ഇത് നമ്മൾ നേരത്തെ ഫിക്സ്ഡ് ആണ്, ഇതിങ്ങനെ ഇൻട്രസ്റ്റ് അതിൽ വരുന്നില്ല. ആ 20,000 ബാങ്കിന് ലാഭം വരുന്നു. അതല്ലേ രണ്ടും വ്യത്യാസം വരുന്നത്? അതെ, അത് പറയുമ്പോഴും അതിൻ്റെ ഒരു കുറച്ചുകൂടി റിയാലിറ്റി നമ്മൾ പറയാൻ നല്ലതാണ്. എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ച് രണ്ടും ഏകദേശം ഒരേപോലെ ഫീൽ ചെയ്യും. അതാണ് എനിക്കും തോന്നുന്നത്, ഒരേപോലെ ഫീൽ ചെയ്യും. ഒന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ നിങ്ങൾ പലിശ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സംഖ്യ എത്ര തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഈ 5-20 തന്നെ ആയിരിക്കാം. അതെ, ഇവിടെ കൊടുക്കുന്നതായിരിക്കാം 5-20 തന്നെ ആയിരിക്കാം. 5-20 ജസ്റ്റ് നമ്പർ മാത്രമാണ്, പെർസെൻറ്റേജ് ഒക്കെ വ്യത്യാസം നമുക്കറിയാം. പക്ഷെ പലപ്പോഴും അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളുടെ പലപ്പോഴും ആൾക്കാർ ഇസ്ലാമിക് ബാങ്കുകൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കാറൊക്കെ വാങ്ങിക്കാനായതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കും. എന്താ വ്യത്യാസം? അപ്പോൾ ഇത് രണ്ടും ശരിക്ക് ഒന്നല്ല. ഒന്ന് കൃത്യമായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷണൽ ബാങ്കുകളിൽ കൺവെൻഷണൽ ബാങ്ക് ഈ ക്യാഷ് കസ്റ്റമർ കൊടുക്കാൻ നിർബന്ധമില്ല. ആ കൺവെൻഷണൽ ബാങ്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്യാഷ് അപ്പുറത്തേക്ക് കൊടുക്കാം. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല, ഒരു സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെൻ്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ? എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ബാങ്ക് ചിലപ്പോൾ പലരും പറയുങ്ങളോട് അത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെയല്ലോ, ഞാൻ ക്യാഷും തരുന്നില്ലല്ലോ, ആ ബാങ്ക് മറ്റേ ഡയറക്റ്റ് ക്യാഷ് മറ്റേ മാരുതിക്ക് കൊടുത്താണല്ലോ, ഞാൻ ക്യാഷൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവണമല്ലോ പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ, പക്ഷേ ആ കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെൻറ്റ്, ഒരു LPO ഹാൻഡ് ഓവറിങ് എവിടെ ഉണ്ടാവില്ല, ഈ ബാങ്കിനും അതേപോലെ തന്നെ സപ്ലയർക്കും ഇടയിൽ ഉണ്ടാവില്ല. ഡീല് ആര് തമ്മിലാണ്, നിങ്ങളും ബാങ്കും തമ്മിലാണ്. പക്ഷേ ഇസ്ലാമിക് ബാങ്കിൽ അങ്ങനെയല്ല. ഇസ്ലാമിക് ബാങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റൊരു LPO, ഒരു സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെൻ്റ് ഉണ്ടാവും. ഈ കാറിൻ്റെ ഓണറും ബാങ്കും തമ്മിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാങ്ക് ആ കാർ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാങ്ക് ആ കാറ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊരു ആളും തമ്മിലുള്ള ഒരു പർച്ചേസ്, സാധാരണ ട്രേഡ് പോലെ തന്നെ ട്രേഡാണ് സംഭവിക്കുന്നത്. മറ്റടുത്ത് ലോണ് ലെൻഡിങ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വരുമ്പോൾ എന്നാലും രണ്ടും ഒരേപോലെയൊക്കെ തന്നെ അല്ലേ. എമൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് തോന്നാം, എമൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇതിലിപ്പോൾ ഒരേപോലെ വരുന്നത്. പിന്നെ മാത്രമല്ല, ലോകത്ത് പ്രത്യേകിച്ച് GCC കൺട്രിയിലൊക്കെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കോമ്പിറ്റൻസി ലെവൽ കൂടുതലാണ്. ഇസ്ലാമിക് ബാങ്കും കൺവെൻഷണൽ ബാങ്കൊക്കെ ഉള്ള ഒരു കോമ്പിറ്റൻസി ലെവൽ കൂടുതലാണ്. ഈ GCC കൺട്രീസിൽ രണ്ടും വർക്ക് ആവുന്നുണ്ട്? ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് കിട്ടുന്ന അതേ പെർസെൻറ്റേജിൽ എന്ത് ചെയ്യും, ക്യാഷ് ഇവിടുന്നും കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ സംശയിക്കും, ഇത് ഒരേപോലെയല്ലേ സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റിൽ ഒന്ന് ലെൻഡിങ് ആണ്, ഒന്ന് ട്രേഡാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ കാറാണെങ്കിൽ കാറ് നമ്മൾ 5,20,000 എന്ന് പറഞ്ഞു. ആ ട്രേഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ആ എമൗണ്ട് മാറാൻ പാടില്ല. അവിടെ വ്യത്യാസം. അപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് വേറെ എന്ത് കാൽക്കുലേഷൻ ചെയ്യാം, നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. വൺസ് നിങ്ങൾ പരസ്പരം ഒരു എമൗണ്ടിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ എമൗണ്ട് മാറുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല.
ഓക്കെ. ഇപ്പം നിങ്ങൾ ഡിഫോൾട്ട് സംഭവിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ആ എമൗണ്ട് മാറരുത്. അപ്പം ഇവിടെയാണ് മെയിൻ ഡിഫറൻസ്. അപ്പോൾ കൺവെൻഷണൽ ബാങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ അടവ് തെറ്റി എന്താവും, നിങ്ങൾ അടവ് തെറ്റിയ പിന്നീട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി മാറും. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് മാറും. ബാങ്ക് നിങ്ങൾക്ക് ഒരു വർഷം കൂടി അധികം തന്നെന്ത് ചെയ്യും, മൊത്തം അടയ്ക്കേണ്ട എമൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു ഡിഫോൾട്ട് സിനാരിയോയിലാണ് പലപ്പോഴും ഒന്ന് മനസ്സിലാവുക, ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവുക. ഇപ്പം ഈ കൺവെൻഷണൽ ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പൈസ അടക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സാധ്യത വരിക പൈസ കിട്ടുന്നില്ല. പക്ഷെ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ ആളുകൾ പൈസ കൂടുതൽ കൊടുക്കണമല്ലോ പേടിച്ചിട്ട് ചിലപ്പോൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് ഈ ലോണ് തിരിച്ചടക്കും. പക്ഷെ ഇസ്ലാമിക് ബാങ്കിൽ അപ്പോൾ എന്താ ഉണ്ടാവുക? അതെ അതെ. അപ്പോൾ അതാണ് ആ ചോദ്യം വളരെ എന്താ പറയുക ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇസ്ലാമിക് ബാങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, കൺവെൻഷണൽ ബാങ്കിലാണെങ്കിൽ തിരിച്ചടവ് തെറ്റിയാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ആ വിഷയം പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചടവ് കുറച്ചും കൂടി എന്ത് ചെയ്യും, സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇസ്ലാമിക് ബാങ്കുകൾ അങ്ങനെയൊന്നും വാങ്ങുന്നില്ല. ഈ പർച്ചേസ് എമൗണ്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾ എന്ത് ചെയ്യില്ല, ഈ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ത് ചെയ്യും, ആളുകൾ പ്രശ്നമാവും. ആളുകൾ കറക്റ്റായിട്ട് പേ ചെയ്യില്ല. റീപേയ്മെന്റ് എന്ന് പറയാൻ പാടില്ല, പേയ്മെന്റ് എന്ന് പറയേണ്ടത്. കാരണം ഇത് റീപേയ്മെന്റ് ലോൺ വാങ്ങിച്ചതല്ല, നമ്മുടെ കാലതാമസം കൊടുക്കുക, നമ്മുടെ വസ്തുവിന്റെ എമൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ പേയ്മെന്റ് ആണ്. അവിടെ റീപേയ്മെന്റ് ആണ്, ഇവിടെ പേയ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഈ പേയ്മെന്റ് എന്താ പറയുക, നമ്മളിങ്ങനെ ഇതിന് കൺട്രോൾ ഇല്ലെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യില്ല, സ്വാഭാവികം കറക്റ്റ് അടയ്ക്കില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ ആ കൺട്രോളിങ് ഒരു മെഷറായിട്ട് അങ്ങനെ ഒരു ആക്ഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ബാങ്കുകൾ ഒരു അണ്ടർടേക്കിംഗ് ടു ഡൊണേറ്റ് എന്ന് പറയുന്നൊരു ഒരു ക്ലോസ് എന്ത് ചെയ്യും, നേരത്തെ ഇവിടുന്ന് വാങ്ങിക്കും. ഓക്കെ. നിങ്ങൾ അപ്പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പുറത്ത് നേടി വരും. നിങ്ങൾ ഡിഫോൾട്ട് വരുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം എന്ന് ഒരു കോൺട്രാക്ട് നേരത്തെ സൈൻ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു ഫൈന് പോലെ അതിനെ പെനാൽറ്റി എന്നല്ല ബാങ്കുകൾ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ യൂസ് ചെയ്യുന്ന ഒരു പെനാൽറ്റി എമൗണ്ട് അല്ല അത് ബേസിക്കലി. അതിനപ്പുറത്ത് ആ എമൗണ്ട് ആരെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതൊരിക്കലും അത് പറയുമ്പോഴും നമുക്ക് തോന്നും അപ്പോഴും രണ്ടും ഒന്നല്ല, അവിടെ ഒരു ഇൻട്രസ്റ്റ് വരുന്നു, ഇവിടെ ഈ പറയുന്ന എമൗണ്ട് വരുന്നു. അപ്പോൾ ഇതെങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എമൗണ്ട് ബാങ്കിൻ്റെ P&Lനെ ബാധിക്കുന്ന ഒരു എമൗണ്ട് അല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളൊരു ഫെസിലിറ്റി എടുത്തു, നിങ്ങൾക്ക് ഡിഫോൾട്ട് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യുന്നു, ബാങ്കിനോട് ഉള്ള അഗ്രിമെൻറ്റിൽ അങ്ങനെ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഞാൻ ഇത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യാം, ഞാൻ ഡൊണേറ്റ് ചെയ്യാം, ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാം എന്നൊരു അണ്ടർടേക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയും പരിഗണിക്കും നിങ്ങളിപ്പോൾ ഡിഫോൾട്ട് ആകുന്നതിന് കാരണം എന്താണ്. അപ്പോൾ എനിക്കെന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വലിയ കമ്പനികളൊക്കെ കൊറോണ സമയത്തൊക്കെ വന്ന് പറയും ഞങ്ങളുടെ ബിസിനസ് പ്രശ്നമായതുകൊണ്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും എമൗണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾക്കത് വേവ് ചെയ്ത് തരണം. അപ്പോൾ ശരിയാ ബോർഡുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ ആ ബാങ്കിൽ ശരിയാ ബോർഡുകളായിരുന്നു തീരുമാനിക്കുക. അവർ പറഞ്ഞത് റീസൺ ജെനുവിനാണ്, അത് വേവ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് വേവ് ചെയ്യും. ഓരെന്ത് ചെയ്യേണ്ടതുണ്ടാവില്ല, അപ്പോൾ അവർക്ക് ആ എമൗണ്ട് കൊടുക്കേണ്ടതുണ്ടാവില്ല, ഈ ചാരിറ്റി എമൗണ്ട് കൊടുക്കേണ്ടതുണ്ടാവില്ല. ഈ ഉള്ള പൈസ തന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് കാര്യം പറയാം. ചാരിറ്റി എമൗണ്ട് കൊടുക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു വളരെ ജെന്യുവിൻ റീസൺ കൊണ്ടാണ് ഒരാൾ ഈ ഡിഫോൾട്ട് വരുന്നത് എങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അതിൽ ഈ പറയുന്ന ആ സിറ്റുവേഷൻ പരിഗണിച്ച് അതിനെ പഠിച്ച് എന്ത് ചെയ്യും, ചില ഇളവുകൾ കൊടുക്കും. പ്രത്യേകിച്ച് കസ്റ്റമർ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ആയിട്ട് പോകണം. ആ റിക്വസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും, അതിനെ പരിഗണിക്കുന്ന രീതികൾ പലപ്പോഴും ഉണ്ടാവും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇത് ബാങ്കിന് കിട്ടിയെന്ന് വെച്ചോളൂ, ഈ എമൗണ്ട് ബാങ്കിന് കിട്ടിയാലും ഈ ചാരിറ്റി എമൗണ്ടും ബാങ്കിനാണോ കിട്ടുക, ബാങ്കാണ് വാങ്ങിക്കുക. ബാങ്ക് വാങ്ങിച്ചിട്ട് പക്ഷേ അതിൻ്റെ വ്യത്യാസം എവിടെയെന്ന് വെച്ചാൽ, ഇത് ബാങ്കിൻ്റെ ഒരു ഏർണിംഗ് പോയിന്റ് അല്ല. ഒരു കൺവെൻഷണൽ വേയിൽ നിങ്ങൾ ഡിഫോൾട്ട് വരുത്തുക എന്നുള്ളതാണെന്ത് ബാങ്കിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോഴാണ് കൂടുതൽ കിട്ടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളൊരു ഡിഫോൾട്ട് വന്നു, ഒരു പ്രയാസം ഉണ്ടായി, അപ്പോൾ നിങ്ങൾ സെർട്ടൺ എമൗണ്ട് ബാങ്കിന് കൊടുക്കണം. അങ്ങനെ സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ച പോലെ ഈ പേയ്മെൻറ്റ് സ്മൂത്തായി മുമ്പോട്ട് പോകില്ല, സിസ്റ്റം കൊളാപ്സ് ആവും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം വെക്കുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന എമൗണ്ട് ബാങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞ സ്പെഷ്യൽ അക്കൗണ്ട് ഉണ്ടാവും. ആ
ആ അക്കൗണ്ടിലേക്കാണ് പോവുക. അത് ബാങ്ക് എന്ത് ചെയ്യില്ല, അതിന് ഒന്നും യൂസ് ചെയ്യില്ല. ബാങ്കിൽ പ്രൊവിഷൻ ഉണ്ട്, അവർ ആക്ച്വലി ഈ ക്യാഷ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ടാവും. ആ പണിയെടുക്കുന്ന ആക്ച്വൽ എക്സ്പെൻസ് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതെടുക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്ക് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നില്ല, അവർ ഫുൾ എമൗണ്ട് ചാരിറ്റി കൊടുക്കുക ചെയ്യുക. അവരത് ചാരിറ്റി, അവർക്കായിട്ട് വേറെ ചാരിറ്റി പ്രവർത്തനമായിട്ട് കൊടുക്കുക. അത് ചാരിറ്റി കൊടുക്കണം എന്ന് വെച്ചാൽ മറ്റേ സാധാരണ ചാരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, ആ ചാരിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ ഫണ്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇസ്ലാമിക് ബാങ്കുകളിൽ മില്യണുകൾ ഉണ്ടാവും. ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ ഒരു എബോ 40 മില്യണൊക്കെ എനിക്ക് തന്നെ അറിയാം. റീസെൻ്റ് ആയിട്ട് മറ്റേ അങ്ങനെ ഇങ്ങനെ വന്ന് ചാരിറ്റി കൊടുക്കാനായിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കാ കൊടുക്കുക എന്നുള്ളത് പിന്നെ അവർ ശരിയാപ്പോൾ തീരുമാനിക്കും ആർക്ക് കൊടുക്കണം. അപ്പോൾ ആ ഓരോ രാജ്യത്തും രജിസ്റ്റേർഡ് ആയിട്ടുള്ള NGOകൾ ഉണ്ടാവും, അവർ വഴിയാണ് എന്ത് ചെയ്യുക, കൊടുക്കുക. അതൊരിക്കലും എത്രമാത്രം ഉണ്ട്, ആ കൊടുക്കുന്ന എമൗണ്ട് ഒരിക്കലും ബാങ്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അതിൽ കൊടുക്കാനും പാടില്ല. ഇത് പറഞ്ഞാൽ ബാങ്ക് ഒരു നിലക്കൊന്നും ചെയ്യാൻ പാടില്ല, അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പാടില്ല. ഓക്കെ. ഇപ്പം ഇതിൽ ഈ സാധനം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതിങ്ങനെ ഇത് വർക്കിംഗ് ആണോ, ലൈക്ക് ഏതെങ്കിലും രാജ്യം ഫുള്ളി ഇങ്ങനെ? ഇത് എല്ലായിടത്തും വർക്കിംഗ് ആണ്. ഓക്കെ. എല്ലായിടത്തും കൺവെൻഷനേക്കാളും ഇസ്ലാമിക് ബാങ്ക് വർക്കിംഗ് ആണ്. അതിന് ഉദാഹരണങ്ങൾ എങ്ങനെ? ഒരുപാട് ഉദാഹരണം. ഞാൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ 3ാമത്തെ ബാങ്കാണ് എൻ്റെത്, ഇസ്ലാമിക് ബാങ്കായിട്ട്. അതിപ്പോൾ ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിലും ഇസ്ലാമിക് വിൻഡോകളാണെങ്കിലൊക്കെ എല്ലാവരും ഒരുപോലെ ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ അങ്ങനെ നെയിം സേക്കും ചെയ്യുന്നൊരു ഏർപ്പാടല്ല ശരിക്കത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ പലപ്പോഴും പറയും ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇത് ശരിക്കും രണ്ടും നമുക്ക് ചില ആക്ടിവിറ്റി, ഇപ്പോൾ എപ്പോഴും ഉദാഹരണം പറയുന്ന പോലെ പടച്ചോൻ തന്നെ പറഞ്ഞു, ഒന്ന് പലിശയാണ്, ഒന്ന് ട്രേഡാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ വിവാഹവും വ്യഭിചാരം എന്താ വ്യത്യാസം? കോൺട്രാക്റ്റ് വ്യത്യാസം. ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നത്, ഒന്ന് ഹലാലാക്കുന്നതും ഒന്ന് ഹറാമാക്കുന്നതും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ട്രാൻസാക്ഷന് ഇസ്ലാം അനുവദിക്കുന്ന, ശരിയ അനുവദിക്കുന്ന, ശരിയയുടെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള കൃത്യമായ സ്ട്രക്ചറുകളുണ്ടാവും. ഏത് സ്ട്രക്ചറിൻ്റെ ബേസിലാണ് നിങ്ങൾ കാര്യം ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ട്രേഡ് എന്ന് പറഞ്ഞു, അപ്പുറത്ത് വേറെ കാര്യം ചെയ്യുന്നു. അപ്പോൾ അതിനാണ് ഇസ്ലാമിക് ബാങ്കുകളിൽ വളരെ എന്താ പറയുക, വലിയ ശരിയ സംവിധാനങ്ങളുണ്ടാവും. ഇപ്പം നേരത്തെ നിങ്ങൾ ഈ കൺവെൻഷണൽ ബാങ്കിന് ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു, അതായത് ഈ ലോൺ എന്നുള്ളൊരു പ്രൊഡക്റ്റേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരു കാറ് വാങ്ങണമെങ്കിൽ ആ കാർ എടുത്തിട്ട് എനിക്ക് നമ്മൾ തമ്മിൽ, ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക് ആണെങ്കിൽ നമ്മൾ തമ്മിലാണ് ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ഈ അങ്ങനെ വായിച്ചപ്പോൾ ഇസ്ലാം ബാങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരുപാട് ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പൊ ഈ മുബാറബ, മുഷാറക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ, എന്തൊക്കെയാണ് അതിന്റെ ഒരു വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്? നമ്മൾ അതിനൊക്കെ പൊതുവായിട്ട് നമ്മൾ ഫൈനാൻസ് മോഡുകൾ എന്ന് വിളിക്കും. ഫൈനാൻസ് മോഡുകൾ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡിഫറെൻ്റ് ആയ ആവശ്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ശരിയയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അതിനെ നമുക്കൊരു ശരിയായ കംപ്ലൈൻറ്റ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. ഇപ്പം എല്ലായിടത്തും ട്രേഡ് പോസിബിൾ ആവില്ല. ചില ഭാഗത്ത് വേറെ സ്ട്രക്ചർ പോസിബിൾ ആവുന്നുണ്ട്. ചിലപ്പോൾ ഒരു ലീസിങ് ആയിരിക്കും പോസിബിൾ ആവുണ്ടാവുക, ചിലപ്പോൾ കോൺട്രാക്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് അതുകൊണ്ട് വളരെ ഡൈനാമിക് ആയിട്ട് പ്രൊഡക്റ്റുകൾ ഇസ്ലാമിക് ബാങ്കുകൾ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 100-ൽ പരം പ്രൊഡക്റ്റുകൾ ഇസ്ലാമിക് ബാങ്കുകളിലുണ്ട്. ഇതെല്ലാത്തൊരു ഉദാഹരണം എങ്ങനെ പറയാം? ഉദാഹരണം മുഷാറക്ക ഉണ്ട്, മുഷാറക്ക മുത്തനാഖീസ് ഉണ്ട്, ഇജാർ ഉണ്ട്, ഇജാറ മുൻതഹിയ ബി തംലീക്ക് ഉണ്ട്, ഇജാറ മൗസൂഫ ബി ദിം ഉണ്ട്, പിന്നെ ഇസ്തിസ്ന ഉണ്ട്, പിന്നെ സലമുണ്ട്. അങ്ങനെ ധാരാളം പ്രൊഡക്റ്റുകൾ ഇസ്ലാമിക് ബാങ്കുകളിലുണ്ട്. അപ്പോൾ ആ ഓരോ പ്രൊഡക്റ്റിന് തന്നെ പല വേരിയൻസ് ഉണ്ട്. മുറാബഹ എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റിൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു 100 പ്രൊഡക്റ്റ് വേറെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റൊക്കെ ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്ട്രക്ചറിൻ്റെ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഒറ്റ സ്ട്രക്ചർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കും, കമ്പൈൻഡ് ആയിട്ടുള്ള. ഇപ്പോൾ വക്കാല പ്ലസ് മുദാറബ, വക്കാല പ്ലസ് മുഷാറക്ക, അല്ലെങ്കിൽ മുഷാറക്ക പ്ലസ് ഇജാറ,
എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എന്തായിരിക്കും പലപ്പോഴും ബാങ്കുകളിൽ ഉണ്ടാവും. ഇത് ഓരോ അവസ്ഥയിലും ഇങ്ങനെ ഇതിനനുസരിച്ച് മാറും. അപ്പോൾ ഇത് ഡൈനാമിക് ആണ് ശരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബേസ് ഇവിടെയും വരുന്നുണ്ട്. ഇസ്ലാം മുആമലാത്തിൽ കൊടുക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഇവിടെ അപ്പോൾ നമുക്ക് വിമർശിക്കുക എന്നുള്ളതിലപ്പുറത്ത് നിങ്ങൾ ഇതിനേക്കാളും നല്ല സൊല്യൂഷൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഇസ്ലാമിക് ബാങ്ക് അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ മുമ്പ് ക്രെഡിറ്റ് കാർഡുകൾക്ക് യൂസ് ചെയ്തത് കർള് ഹസൻ എന്ന് പറഞ്ഞ ഒരു മോഡായിരുന്നു. ഒരു ബെനവലൻ ലോൺ, നിങ്ങൾക്ക് ലോൺ തരുന്നു, പലിശ ഒന്നും ഇല്ലാത്ത ലോൺ തരുന്നു, ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പൈസ നേരത്തെ തരുന്നു, അത് തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ, കാരണം ഇതിൽ നിരന്തരം റിസർച്ച് നടക്കേണ്ടതില്ല. ഒരുപാട് വളരെ ആക്റ്റീവായ ബോഡികളുണ്ട് ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ബോഡികളുണ്ട്.